മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമുയർത്തി നബിദിന റാലിക്ക് സ്വീകരണം നൽകി പെരുമ്പാവൂർ ഇടവൂർ ശ്രീശങ്കരനാരായണ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ. ഓണംപള്ളി മുസ്ലിം ജമാഅത്ത് മഹലിന്റെയും MR സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്കാണ് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരണം നൽകിയത്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ പുരുഷാകൃതി പൂണ്ട ധർമ്മമോ നരദിവ്യാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ ഹബീബായ നബിതങ്ങളെ സംബന്ധിച്ച് പുരുഷാകൃതി പൂണ്ടുവന്ന ദൈവമാണോ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ മഹത്വം പറഞ്ഞ ഒരു നേതാവിന്റെ അനുയായികൾ എന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സ്വീകരണത്തെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കുകയും ദൈവം എല്ലാ കാലവും ഇതുപോലെ തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒത്തൊരുമയോടുകൂടി നമുക്കെല്ലാവർക്കും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന സന്തോഷമായി നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ്. DP സഭ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കർണൻ സ്വാഗതം പറഞ്ഞ ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും നടത്തി. ഓണംപള്ളി മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് KU മുഹമ്മദ് അലി, MR സംഘം പ്രസിഡന്റ് MH മുഹമ്മദ് അലി, ഇടവൂർ ശ്രീശങ്കരനാരായണ ക്ഷേത്ര സെക്രട്ടറി അജയകുമാർ, അനിക്കുട്ടൻ ചിന്താമണി ശാന്തി, ഉസ്താദ് മുജീബ് റഹ്മാൻ ഫൈസാലി, സിദ്ധാർത്ഥ ലക്ഷ്മി, ഫൈസൽ ബാക്കവി, MS റഫീഖ, മുഹമ്മദ് ബാക്കവി മാവൂടി, കിരൺ ഷാജി കാലടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് മുഹമ്മദ് നബിയുടെ പിറന്നാൾ ദിനത്തിൽ നമുക്കെല്ലാവരും തന്നെ അമ്പല കമ്മിറ്റിയും ക്ഷേത്ര മേൽശാന്തിയും സെക്രട്ടറി എല്ലാം കൂടി എടുത്ത തീരുമാനപ്രകാരം ഈ നബിദിന റാലിയെ നമ്മൾ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി, സ്നേഹത്തിന്റെ ഭാഗമായി, സഹോദര്യത്തിന്റെ ഭാഗമായി, ഒരു സ്നേഹത്തിന്റെ പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ ഭാഗമായിട്ട് പള്ളിയിൽ ചെന്ന് പറഞ്ഞ് നമ്മൾ പള്ളിയും എല്ലാവരും ഉത്സവം തന്നെ എല്ലാവരും ഒന്നിച്ച് പള്ളിയെല്ലാം ചേർന്ന് തന്നെയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ ചേർന്ന് നമ്മൾ നബിദിനം ആഘോഷിക്കാൻ തീരുമാന അടിസ്ഥാനത്തിൽ ആ നബിദിന റാലി നമുക്ക് അമ്പലത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് നമുക്കെല്ലാം ഒരു സ്നേഹമധുരം കൊടുത്ത് നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ്. വളരെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമായി മാറിയിരിക്കുകയാണ്. ഇവിടെ വളരെ സ്നേഹത്തോടെ മുസ്ലിം സഹോദരന്മാരും ഇവിടുത്തെ ഈഴവ സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും എല്ലാം തന്നെ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഇന്ന് ഈ നബിദിനം നമുക്ക് ആഘോഷിച്ചത്.